ശരി, റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളൊക്കെ എങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ റോയിയുടെ ഈ മൃതദേഹം പൊതുദർശനത്തിന് വച്ചപ്പോൾ റോയിയുടെ ഭാര്യ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ചു വന്നിരുന്നു. അതായത് ഒരു പ്രാഞ്ചിയേട്ടൻ ലെവലാണ് അവർ ഇന്നലെ കാണിച്ചത്. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഏർപ്പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഈ പണക്കാരൊക്കെ സാധാരണ ഇങ്ങനെയാണോ? ഈ ഭർത്താക്കന്മാരും കുടുംബാംഗങ്ങളും ഒക്കെ മരിക്കുമ്പോൾ ഇത്തരം ആഡംബരമായി അങ്ങനെ വേണം എന്നുള്ള എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? എനിക്കറിയത്തില്ല. തള്ള കടന്ന് വിളിച്ചു എന്നുണ്ട്. അമ്മ ഒരു വലിയ വാലിയെ വിളിച്ചു. എന്നാൽ തള്ളയ്ക്ക് മകൻ മരിച്ചതിനകത്ത് വിഷമമുണ്ട്. ഇവർക്കത് വിഷമം ഉണ്ടോ ഇല്ലെന്നുള്ളത് അത് എനിക്കറിയത്തില്ല. പക്ഷെ അവരുടെ ഇനിയും വലിയ പണക്കാരൊക്കെ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചായിരിക്കും മരണത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് വിചാരിക്കേണ്ടി വരും. ഏതായാലും വളരെ വലിയ വലുപ്പത്തിൽ അവരുടെ രീതികളെ പറ്റിയും അവരുടെ വിമർശനവും അവരുടെ വരവെ പോക്കെ ഇവർക്കെന്താ ഒരു വിഷമവും ഇല്ലാത്ത ഇതും ഒരു ഷോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയി മരിച്ചതിനകത്ത് ആ സ്ത്രീക്ക് യാതൊരു വിധമായ വിഷമം ഉള്ളതായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജിലും മുഖത്തൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ചില ഈ കോമഡി ഷോയ്ക്കകത്തൊക്കെ കാണത്തില്ലേ, ഏത് ലിപ്സ്റ്റിക് ഇടണം എന്നൊക്കെ ചോദിച്ചോണ്ട് തള്ള മരിച്ചു കിടക്കുമ്പം അല്ലെങ്കിൽ ഏത് സാരി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതേ ഒരു മാനസികാവസ്ഥയില്ല. അതായത് ഇതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപക്ഷെ നമ്മൾ ഇതിനകത്തുനിന്നൊക്കെ വായിച്ചെടുക്കുക ശരിയൊന്നും നമ്മുടെ ഒരു തോന്നല. ഒരുപക്ഷെ റോയി മരിക്കട്ടെ, അവൻ മരിക്കേണ്ടതായിരുന്നു, നാശം തീർന്നല്ലോ. അല്ലെങ്കിൽ റോയിക്ക് ശേഷം ഇതെല്ലാം എനിക്കായിരിക്കുമല്ലോ. ഏത് രീതിയിലായും റോയി എന്ന് പറയുന്ന ആൾ ഒരു ബാധ്യത എന്നോളം ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നുന്ന ഒരു രീതിയാണല്ലോ എല്ലാം നമ്മൾ വായിച്ചെടുക്കുന്നത്. റോയിയുടെ മരണത്തിൽ ദുരൂഹത, റോയി ഈ മരണം നേരത്തെ വിചാരിച്ചിരുന്നു. കാരണം ഒരാൾ ഇത്രയും സമ്പന്നനായിട്ടുള്ളവർ മരിക്കണമെന്നുള്ള മാനസികാവസ്ഥയിൽ എത്തുന്നത് എന്തോ എല്ലാം ഉണ്ട്. മനസ്സമാധാനം ഇല്ലെങ്കിൽ മരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് പോകും. മനസ്സമാധാനം ഇല്ലാത്ത രണ്ട് കാര്യം വരാം. ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാർ നമുക്കെതിരായാൽ മനസ്സമാധാനം ഇല്ലായ്മ വരാം. ഇത് ഉണ്ടാക്കുന്നത് നേരായ രീതിയിലല്ലെങ്കിൽ എപ്പോൾ വരും ആള് അല്ലെങ്കിൽ നമ്മൾ കുരുങ്ങുമല്ലോ. മനസ്സമാധാനം ഇത് ഏത് രീതിയിലുള്ള മനസ്സമാധാനക്കേടാണ്? അതോ ഇനി രണ്ട് രീതിയിലും ഇയാൾക്ക് വീട്ടിൽ നിന്ന് ഇയാൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ഇല്ലയോ? അല്ലെങ്കിൽ ഇയാൾ ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിനകത്ത് ആരാ? ആദ്യ ഭാര്യ, പിന്നെ കുഞ്ഞുങ്ങൾ. അവരിൽ നിന്ന് ഈ പറയുന്നത് പോലെയുള്ള മാനസികമായിട്ടുള്ള ഗുണമില്ലായിരുന്നു. ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ചിരിച്ചും കളിച്ചും ഇരിക്കുന്നത് എല്ലാം അഭിനയമായിരുന്നു. അതോ ഇനിയും ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികം ഈ ഉണ്ടാക്കിയതെല്ലാം അത് നമ്പൂരിയെ പറ്റിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണോ? കറങ്ങിത്തിരിഞ്ഞ് വരുന്നതാണോ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ തലയിൽ നിന്ന് ഒഴിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് ഇരിക്കുന്ന ഭാര്യയാണോ എന്ന് പറയുന്നത്. ഏതായാലും കാണുന്നവരെല്ലാം പറഞ്ഞു, എല്ലാവരും ഒരുപോലെ പറയുന്നില്ല. നീ അവർക്ക് വിഷമം കടിച്ചമർത്തി നിൽക്കാനും എന്തിനും തരണം ചെയ്യാനും ഉള്ള മാനസികാവസ്ഥയുള്ള സ്ത്രീയാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതിനുവേണ്ടി ഇനി ഒരു ബലത്തിന് വേണ്ടി കൂളിംഗ് ഗ്ലാസ് തലയിൽ വെച്ചതാണോ എന്ന് അറിയത്തില്ല, കണ്ണിൽ വെച്ചതാണോ എന്ന് അറിയത്തില്ല. ഏതായാലും കണ്ണുനീര് പുറത്താരും കാണാതിരിക്കുന്നതിന് വേണ്ടി ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചതാണോ എന്നും അറിയത്തില്ല. ഏതായാലും കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നത് ഇന്നലെ ഞാനൊന്ന് വായിച്ചു. ഒരു പെൺകുട്ടി, അതിപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇപ്പോൾ ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാവില്ല. ഇതുവരെ കേൾക്കാത്ത തെറിയും ആക്ഷേപമാണ് ഈ സ്ത്രീയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒരു പെൺകുട്ടി ഇവരുടെ രീതികളും കാര്യങ്ങളും വെച്ചിട്ട് വിശദമായിട്ട് വിവരിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, റോയി കണ്ടമാനം പേരെ നമ്മൾ പറഞ്ഞതുപോലെ തീറ്റിപ്പോറ്റിട്ടുണ്ട്. റോയിയുടെ പൈസ കണ്ടമാനം പേർ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അത് റോയി ചുമ്മാതെ കൊടുത്തിട്ടുള്ളത് അല്ല, റോയിയുടെ പ്രയോജനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ റോയി പ്രയോജനപ്പെടുത്തിയിട്ടും ഉണ്ടാകാം. അവരെ ആരെയും ഈ മരണത്തിൽ അവിടെ ക്യൂ നിൽക്കാനോ അനുശോചനം രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനോ നമ്മൾ കണ്ടിട്ടില്ല. ഒരു ബിസിനസ്സുകാരനെയും നമ്മൾക്കറിയാവുന്ന ബിസിനസ്സുകാരൊക്കെ റോയിയെ നമുക്കെങ്ങനെ അറിയാവുന്ന ചെമ്മണ്ണൂരിൽ ഇപ്പം ജോലികളുടെ ഉറമെ നമുക്കറിയാം, ഭീമയുടെ മുതലാളി നമുക്കറിയാം. ഇങ്ങനെ അറിയപ്പെടുന്ന ബിസിനസ് അങ്ങനൊന്നും ആരെയും നമ്മളവിടെ കണ്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും കണ്ടില്ല. അപ്പം എന്തോ ഒന്നിരുന്ന് പുകയുന്നു. ആന്റണി പെരുമ്പാവൂർ മാത്രം. ആന്റണി പെരുമ്പാവൂരുടെ സിനിമാവുമായിട്ട് ബന്ധം. അയാൾക്ക് ഉള്ള റോളെന്ന് പറഞ്ഞാൽ അയാളൊരു ബിസിനസ്സുകാരനല്ലോ, ആരുടെ ഒരു ബിനാമി. എൻ്റെ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞത് ഏറെക്കുറെ സത്യം തന്നെയാണ്. ദുരൂഹത വീണ്ടും അവശേഷിപ്പിക്കുകയാണ്. നമ്മൾ ഈ മരണം നടന്നപ്പോൾ ദുരൂഹത പറഞ്ഞു. ഈ ദുരൂഹത അടങ്ങുമായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് കണ്ടാൽ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് ആ ദുരൂഹത ഒന്നുകൂടി വർദ്ധിപ്പിക്കുക ചെയ്ത്. എന്താ കാര്യം? ഭാര്യയ്ക്കെല്ലാം അറിയാം. കാരണം എല്ലാ രഹസ്യങ്ങളും ഭാര്യയ്ക്ക് അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. കാരണം ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രഹസ്യങ്ങൾ ഇരിക്കുന്നത്. കാരണം സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ അവർക്ക് അതിലൊരു റോളുമില്ല.
അക്കൗണ്ടന്റ്. പക്ഷെ മാനേജിംഗ് ഡയറക്ടറാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ അതിനേക്കാൾ മുകളിലുള്ളതല്ലേ. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു പോസ്റ്റ്, കണക്കുകൾ എഴുതുക മാത്രം. തീരുമാനങ്ങൾ എടുക്കുന്ന ലെവലില്, ഡയറക്ടർ ലെവലിൽ വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഡയറക്ടർ ബോർഡിലും വരുമ്പോൾ ആരാണ്? മാനേജിംഗ് ഡയറക്ടർ. കണക്കുകൾ അറിയാം, കണക്കുകൾ അവരുടെ കയ്യിലുണ്ട്. അതൊരു ദുരൂഹതയാണ്. കണക്കുകളെല്ലാം അറിയാം. അപ്പൊ ഇയാൾ പറഞ്ഞിരിക്കുന്ന അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട്, മുഴുവൻ കടമാണ്. പണ്ടൊരിക്കൽ ഒരു ഡയലോഗിൽ പറഞ്ഞത്, ഭാര്യയുമായിട്ടൊരു ഡയലോഗിൽ, അവർ വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഡയലോഗിൽ ഇദ്ദേഹം പറയുന്നത്, നമ്മുടെ ഇവിടെ കടമായി, നമുക്കിനി കുറച്ചുകൂടെ ലളിതമായിട്ട് ജീവിക്കേണ്ടത്. അതിനെന്താ ചേട്ടാ എന്നാണോ അച്ചായ എന്നാണോ എന്ന് അറിയില്ല വിളിക്കുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. അവർ വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളാണ് എന്ന് വിചാരിച്ച് ആ കണക്കുകളും പണവും സ്വത്തും ഒന്നും വേണ്ട എന്നുള്ളതല്ല അതിനർത്ഥം. പക്ഷേ ഇവിടെ കണ്ണടയാണ് ഇപ്പോൾ ഒരു ദുരൂഹത. ഈ മരണത്തിന് ശേഷവും ദുരൂഹത തുടരുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കണ്ണട, മുഖം മറയ്ക്കുന്ന ഒരു കണ്ണട, കറുത്ത കണ്ണട എന്ന് പറഞ്ഞാൽ നമ്മൾ കറുത്ത വസ്ത്രങ്ങൾ അണിയാറുണ്ട് ആൾ മരിക്കുമ്പോൾ, അല്ലേ? സാധാരണ നമ്മൾ വെളുത്ത വസ്ത്രങ്ങളായിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം എന്നുള്ള പാട്ടാണ് എല്ലാവരും പാടാറുള്ളത്. ആ പാട്ട് പാടുമ്പോൾ വെളുത്ത വസ്ത്രങ്ങൾ അണിയുന്ന സ്ത്രീകളെ ഞാൻ ഈ മരണ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല അവരുടെ ഇഷ്ടം. ഈ കണ്ണട വെച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാവാം. ഒന്ന്, ശരിക്കുള്ള കണ്ണുനീര് അവരുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി വരുന്നില്ലായിരിക്കാം. അപ്പോൾ ആ വിഷമമില്ലെന്നുള്ളത് മറയ്ക്കാൻ വേണ്ടിയുള്ള കണ്ണടയായിരിക്കും. രണ്ടാമത്, ആ കണ്ണുനീര് മറ്റുള്ളവർ കാണാൻ അവർ ആഗ്രഹിക്കും. മുഖഭാവം തന്നെ മറയ്ക്കാനും രണ്ട് തരത്തിലുമാണ്. അവിടെയും ദുരൂഹത വരികയാണ്. അപ്പൊ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഭാര്യയ്ക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ അയാൾക്ക് ലോകത്തോട് വെളിപ്പെടുത്താൻ പറ്റാത്ത രഹസ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ള രഹസ്യങ്ങളായി വൻകിടയിലുള്ള ഈ ബിസിനസ്മാൻമാരെ പോലെ ബിസിനസ്മാരെ പറ്റി ചുറ്റിപ്പറ്റി ഉണ്ടാവുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ഇവിടെ ദുബായ് എന്ന് പറയുന്ന അറബ് ലോകത്ത് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. മദ്യം കഴിക്കാം, മദിരാക്ഷിയാവാം, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള മുതലാളിമാർ ഇപ്പോൾ ദുബായ് വന്ന് ചേക്കേറുന്നത്. അങ്ങനെ ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവർക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പരിബന്ധമുണ്ടോ? ഇത് നമ്മൾ ആരോപിക്കുകയല്ല, സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഭാര്യയ്ക്ക് അറിയാവുന്ന ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് അദ്ദേഹം നിർത്തിയിരിക്കുക. ഭാര്യയ്ക്ക് അറിയാമെന്ന് പറയുമ്പോൾ, ഭാര്യയ്ക്കെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ, ഒരു സാധാരണ മാനസികാവസ്ഥയിലുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ട്, ഇയാൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും, അതൊക്കെ പറയാറുണ്ട്. അപ്പം പറഞ്ഞിട്ടില്ലയോ എന്ന് എങ്ങനെ അറിയാം? പറഞ്ഞണക്കെയും അതങ്ങ് സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഭാര്യയാണെങ്കിലോ? അതെ. അപ്പം അതിനകത്ത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് നമ്മള് റെയ്ഡിന് വിളിച്ചത് 3 മാസം മുമ്പ് തൊട്ടേ തുടങ്ങുന്ന റെയ്ഡ്. അന്ന് തൊട്ടേ ഈ റെയ്ഡ് വന്നാൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുമെന്ന് വിചാരിക്കുന്ന റോയിയുടെ പ്രശ്നം റോയിക്ക് മാത്രം അറിയാം. റോയിയുടെ വിഷയത്തിനകത്ത് അപകടം എത്ര വലുപ്പത്തിൽ റോയിക്കാണെന്നറിയാം. ഒരുപക്ഷെ എല്ലാം അറിയാമെന്ന് പറയുന്ന ഭാര്യയ്ക്കും അറിയാം. അപ്പം റോയി തീർന്നാൽ എല്ലാം തീരും, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നങ്ങൾ തീരും, വിഷയങ്ങൾ തീരും എന്ന് ഭാര്യ വിചാരിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. കാരണം നമ്മള് ഡെയിലി ആക്സിഡന്റ് സ്വപ്നം കാണുന്ന ഒരാള് സ്ഥിരം ആക്സിഡന്റ് നടന്നു കഴിയുമ്പോൾ യാതൊരു കുഴപ്പവും അല്ല, നമ്മൾ ഡെയിലി സ്വപ്നം കാണും സ്വപ്നം. യഥാർത്ഥ ആക്സിഡന്റ് നടക്കുമ്പോൾ കരയത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് ഒരു ബാധ്യത ഒഴിഞ്ഞോ എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ വരും, ഈ രണ്ട് രീതിയും വന്നാൽ വരിക. കാരണം ഇയാൾ ഇരുന്നാൽ, ഇയാളുടെ പുറകിൽ നിന്നാൽ, ഇയാളുടെ യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇയാളുടെ പണത്തിനും അല്ലെങ്കിൽ മറ്റത്തിനും ഏതെങ്കിലും രീതിയിൽ ഒരിക്കലും ജയിലിടിഞ്ഞാലും വെളിയിൽ വരാത്ത രീതിയിലൊക്കെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നാൽ, അപ്പം ഞാനങ്ങ് തീർന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ എൻ്റെ ഈ വിഷയത്തിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കുടുംബം പോലും കാണത്തില്ലെന്നുള്ള മാനസികാവസ്ഥ വന്നപ്പോൾ ആത്മഹത്യ ചെയ്താണോ? അല്ലെങ്കിൽ ഈ മാതിരിയുള്ള കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നാളെ കാലത്ത് ഇതേ രീതിയിലൊക്കെയുള്ള മരണം പോലും ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു ധൈര്യശാലി കൂടിയാണോ എന്ന് നമ്മൾ വിചാരിക്കുന്നു. വേറൊരു കാര്യം കൊണ്ട്, ഷെർലോക്ക് ഹോംസിന്റെ ആ ഡിറ്റക്റ്റീവ് ശൈലിയിൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വേറൊരു കാര്യം കൊണ്ട്, റോയി എഴുതി വെച്ചിരിക്കുക. റോയിക്ക് ഇത് വെളിപ്പെടുത്താമായിരുന്നു, സമയമുണ്ടായിരുന്നു, ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. കാഞ്ചി വലിക്കുന്നതിനും അങ്ങോട്ട് കയറിപ്പോയതിനും ഇടയിൽ 15 മിനിറ്റ് നോക്കിയിരുന്നു മാനേജിംഗ് ഡയറക്ടർ തന്നെ പറയുന്നത്. ഒരു കുറിപ്പ് എഴുതി വെക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതിപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. അത് പറയാതെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാം ഭാര്യയ്ക്ക് അറിയാം. അപ്പൊ ഇനിയുള്ള അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും എല്ലാം ഭാര്യയിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി. അതിനകത്തും ആ പറയുന്ന കുറിപ്പിനകത്തും കുറിപ്പ് വളരെ കൃത്യമായിട്ട് വെളിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇയാളുടെ മകൻ പറയുന്നു വേണ്ട, ചേട്ടൻ പറയുന്നു വേണ്ട, അന്വേഷണം ഇവിടെ തീർന്നിട്ട് റോയിയോടുകൂടി എല്ലാം മൂടപ്പെടട്ടെ. അപ്പൊ റോയി നമ്മൾ പറയുന്നത് പോലെ റോയിയുടെ പിറകിൽ എന്തോ ഉണ്ട്. അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് റോയിയുടെ മരണത്തിന്
ശവസംസ്കാരത്തിന്റെ സ്പീഡ്, രണ്ടാമത് ശവസംസ്കാരത്തിനകത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരാളും ഒരുപക്ഷെ അവരുടെ ആ ഫേമുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും അവർക്ക് വേണ്ടപ്പെട്ടവരുമല്ലാതെ ഇത്രയും വലിയ വലിപ്പത്തിൽ ഏതാണ്ട് 9,000 കോടി രൂപയുടെ ആസ്തിയുള്ള, എല്ലാവരുമായിട്ടും ബന്ധമുള്ള, എല്ലാവരെയും ഉപയോഗിച്ചിട്ടുള്ള റോയിയുടെ മരണത്തിന് അനുശോചനം പറയാൻ, അല്ലെങ്കിൽ അവിടെ ചെല്ലാൻ, അവിടെ നിൽക്കാൻ, ഒരു പിടി പൂ വാരിയിടാൻ ഒരു രാഷ്ട്രീയക്കാരനും ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സുകാരനും ഇല്ലായിരുന്നു. അതിന്റെ അർത്ഥം നാളെ കാലത്ത് റോയി വെളിച്ചത്ത് വന്നാൽ ഞങ്ങളും ഇതിന്റെ ആളാണോ എന്ന് വിചാരിക്കുമോ എന്നുള്ള തോന്നലാകാം. മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ റോയിയുടെ ഭാര്യയ്ക്ക് എല്ലാം അറിയാമെന്ന് റോയി പറഞ്ഞിട്ട് പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് 2019 മുതൽ റോയിയുടെ പിന്നിലാണ് ഈ അന്വേഷണ സംഘം എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റോയിയുടെ ഭാര്യയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ചെയ്യേണ്ടതാണ്, സത്യം പുറത്തു വരേണ്ടതാണ്. വേറൊരു കാര്യം, ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് ജയിലിടുക എന്നൊന്നും അർത്ഥമില്ല. IT-യുടെ ചോദ്യം ചെയ്യൽ സത്യം അറിയണം. നമുക്കതിനുള്ള അവകാശമുണ്ട്. ഇവരെല്ലാം പറഞ്ഞാൽ എന്താ പറഞ്ഞത്? IT-കാർ ഇൻകം ടാക്സിന്റെ വേട്ടയാടലാണെന്ന് എത്ര രാഷ്ട്രീയക്കാർ പറഞ്ഞു. അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. IT-ക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല എന്നാണ് CID തന്നെ ആദ്യമേ കണ്ടെടുത്ത്. കർണാടകത്തിന്റെ സിദ്ധാരാമയ്യയുടെ കോൺഗ്രസിന്റെ CID തന്നെ എന്തിനും അവരവരുടെ ഡ്യൂട്ടി ചെയ്യൽ നിന്ന് തന്നെ IT-കാരെ പിന്തിരിപ്പിക്കുകയാണ്. കള്ളപ്പണം കൂട്ടി ചുരുക്കുന്നവരുടെ സംഘം അവരെ പിന്തിരിപ്പിക്കുകയാണ്. അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ അവരെ കൃത്യവിലോപം കാണിച്ചാൽ കള്ളപ്പണം കൂടും. അനുഭവിക്കുന്ന ഈ രാജ്യമാണ്. കാത്തിരുന്ന് കാണാം.